എല്ലാറ്റിലും ഉണ്ട്. ബർക്കത്തുള്ള മദ്രസ ഉണ്ട്, ബർക്കത്തില്ലാത്ത മദ്രസ ഉണ്ട്, ബർക്കത്തുള്ള സ്കൂളുണ്ട്, ബർക്കത്തില്ലാത്ത സ്കൂളുണ്ട്, ബർക്കത്തുള്ള വീടുണ്ട്, ബർക്കത്തില്ലാത്ത വീടുണ്ട്. ഒരിക്കൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദറത്തിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾക്ക് ആദ്യം ഒരു പെര ഉണ്ടായിരുന്നു. ആ വീട്ടിൽ താമസിക്കുന്ന സമയത്ത് മക്കൾ പേരക്കുട്ടികളൊക്കെ പെര നിറച്ച ആളുണ്ട്. ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല സമ്പത്തുണ്ടായിരുന്നു, റാഹത്തായുള്ള ജീവിതമായിരുന്നു. പിന്നെ ഞങ്ങൾ ആ വീട് വിറ്റ് മറ്റൊരു വീട്ടിലേക്ക് താമസം മാറി നബിയെ. അപ്പോൾ മക്കൾ പേരക്കുട്ടികൾ ഓരോരുത്തരും മരിച്ചു പോകാൻ തുടങ്ങി. ഞങ്ങളുടെ പണവും കുറഞ്ഞു വന്നു. ഇന്ന് വലിയ വിഷമത്തിലാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആ വീട് വിറ്റുകൊണ്ട് മറ്റൊരിടത്തേക്ക് താമസം മാറുക. വീട്ടിൽ ബറക്കത്തില്ല എന്നതിൻ്റെ അടയാളം തുടരെയുള്ള മരണങ്ങൾ ഉണ്ടാവുക. 2, സമ്പത്ത് നഷ്ടപ്പെടുക. മരിച്ചാൻ എപ്പോഴായാലും മരിക്കും, പക്ഷേ ഇടക്കിടക്ക് ഒരു പേരയിൽ മരണം നടക്കുക എന്ന് പറഞ്ഞത് ബറക്കത്തില്ല എന്നതിൻ്റെ അടയാളമാണ്. തീരെ മരിക്കാതൊന്നും ഇരിക്കൂല, പക്ഷെ മരണത്തിന് അതിൻ്റെതായ ഒരു ലിമിറ്റ് ഉണ്ടാകണം. അതേമാതിരി നമ്മൾ പറയല്ലോ ഓട്ടക്കയ്യെന്ന്, വരുമാനമൊക്കെ കുറേയുണ്ട്, കൂടിയേ പോണതെന്ന് കാണുന്നില്ല, ബറക്കത്ത് കുറവിൻ്റെ അടയാളമാണ്. ഏത് ബറക്കത്ത് കുറവ്? വീട്ടിലെ ബറക്കത്ത് കുറവിൻ്റെ അടയാളാണിത്. അപ്പോൾ എല്ലാ സ്ഥാനത്തിലും ആയുസ്സിൽ ബറക്കത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആയുസ്സിലെ ബറക്കത്ത്. കുറച്ച് കാലേ മൂപ്പര് ജീവിച്ചിട്ടുള്ളൂ, എന്നിട്ട് എന്തൊക്കെ ചെയ്ത് നോക്കിയാൽ അള്ളാഹ് ഇനി എന്താ ചെയ്യാൻ ബാക്കിയുള്ളത് നീക്കാൻ അങ്ങനെ ഉണ്ടാവും. ചില ആൾക്കാരുണ്ടാവും അങ്ങനെ 110 കൊല്ലം ജീവിച്ചിട്ടുണ്ട്, എന്നിട്ട് പിന്നെ മൂപ്പര് ഇങ്ങനെയാണ് മരിച്ചു. അതന്നെ എന്നിട്ട് പിന്നെ ഒന്നുമില്ല, അങ്ങനെ ഉണ്ടാവും. കുറച്ചു കാലം ജീവിച്ച് ദീർഘകാലം ജീവിച്ച് ബറക്കത്തുള്ള ആൾക്കാരുണ്ട്. ഉദാഹരണം ബഹുമാനപ്പെട്ട സയ്യിദുന സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു 200 വയസ്സ് വരെ ജീവിച്ചു. കുറച്ചുകാലം ജീവിച്ചിട്ട് ബറക്കത്തുള്ള ആൾക്കാരുണ്ടായിട്ടുണ്ട്. ഗസാലി ഇമാം റളിയല്ലാഹു അൻഹു, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു, ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒക്കെ 50 അതിൻ്റെ താഴെയാണ്, മേലെ കയറിയിട്ടില്ല, കുറച്ചുകാലേ ഉള്ളൂ. അൽ ഖാനൂൻ ഫി തിബ് എന്ന് പറയുന്ന ലോകത്തെ ആദ്യത്തെ എൻസൈക്ലോപീഡിയ ഓഫ് മെഡിസിൻ എന്ന് പറയുന്ന മെഡിസിൻ്റെ ആദ്യ ഗ്രന്ഥം എഴുതിയ ഇബ്നു സീന 35-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടിട്ടുണ്ട്. തോനക്കാലൊന്നും വേണ്ട. ആയുസ്സിലെ ബറക്കത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ ഓരോ ഇൽമിലെ ബറക്കത്ത് കണ്ടിട്ടുണ്ടെന്നുണ്ട്. ഇൽമിലെ ബറക്കത്ത് എന്താ, എന്ത് വിഷയം ചോദിച്ചാലും അതിനെപ്പറ്റി മൂപ്പർക്കൊരു നല്ല അറിവുണ്ടാവും. ഇൽമിൽ ബറക്കത്തില്ലെങ്കിൽ ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിങ്ങനെയായിരുന്നു എന്ന് പറയും. കോടതി പിരിഞ്ഞിട്ട് പിന്നെ ബുദ്ധി തോന്നുന്ന അറിയില്ലേ, ഒരു കാര്യമില്ല. അതുകൊണ്ട് അങ്ങനെ കാര്യം ബറക്കത്തില്ലെങ്കിൽ അങ്ങനെ എല്ലാത്തിലും. കുടുംബത്തിലെ ബറക്കത്ത്, ആയുസ്സിലെ ചില നാടുകൾക്ക് വലിയൊരു ബറക്കത്തുണ്ടാവും. ചില നാട്, ഭൂമിയിൽ ഏറ്റവും ബറക്കത്തുള്ള നാട് മദീനയാണ്. അഫ്ളലു തുർബത്തുൽ അർളി തുർബത്തുൽ മദീന. ഭൂമിയിലെ മണ്ണുകളിൽ ഏറ്റവും അഫ്ളലായ മണ്ണ് മദീനയുടെ മണ്ണാകുന്നു എന്നാണ്. ഇങ്ങനെ ചില നാടുകൾക്ക് വലിയ ബറക്കത്തുണ്ടാവും, ചില വീടുകൾക്കുണ്ടാവും, ചില പ്രദേശങ്ങൾക്ക് വലിയ ബറക്കത്തുണ്ടാവും. ഇങ്ങനെ ബറക്കത്തിൻ്റെ വഴി ബിസ്മിയാണ്. ബറക്കത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ബിസ്മിയാണ്. കുല്ലു അംരിൻ ദീ ബാലിൻ ലാ യുബ്ദഉ ബിസ്മില്ലാഹി ഫഹുവ അബ്തറു. വസ്ത്രം ധരിക്കുമ്പോൾ ബിസ്മി ചൊല്ലണം. എപ്പോഴാണ് ചൊല്ലേണ്ടത്? വസ്ത്രം ധരിക്കാൻ തുടങ്ങുമ്പോഴാണ് ബിസ്മി ചൊല്ലേണ്ടത്. നോർമലി നമ്മളെല്ലാവരും ആദ്യം ധരിക്കുന്ന വസ്ത്രം ഷെഡ്ഡിയായിരിക്കും. അതുകൊണ്ട് വലത്തെ കാലിടുക, ബിസ്മി ചൊല്ലുക. അങ്ങനെ തന്നെ നമ്മളില്ലാത്ത പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങനെയാണ് നമ്മളൊക്കെ മിക്കവാറും അങ്ങനെ ചെയ്യൽ. ഞാനങ്ങനെയാണ്, അപ്പം നിങ്ങളും അങ്ങനെ തന്നെ കാരണം സാധ്യത അങ്ങനെയാണുള്ളത്. വസ്ത്രം ധരിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ആദ്യം തുടങ്ങൽ. അതാണ്. അങ്ങനെ ആകുമ്പോൾ വലത്തെ കാലിടണം, ബിസ്മി ചൊല്ലണം. അവിടെ നിന്ന് തന്നെ തുടക്കത്തിൽ തന്നെ വേണം. അതന്നെ ഏത് വിഷയം തുടങ്ങുമ്പോഴും ബിസ്മി ഇല്ല, എന്തിനും. അപ്പോൾ ഒന്നാമത്തെ കാര്യം വലത്തെ കയ്യിന് പ്രാധാന്യം നൽകുക. രണ്ടാമത്തെ കാര്യം ഏത് നല്ല കാര്യവും ബിസ്മി കൊണ്ട് തുടങ്ങുക. ഡ്രൈവ് ചെയ്യാണ്, ചാവി കൊടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വണ്ടിയിൽ എണ്ണ വാരിയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ ബിസ്മി എപ്പോഴും കൂടെ. ബിസ്മില്ല വലിയ ബറക്കത്തുണ്ടാവും. ബിസ്മി ബറക്കത്തിൻ്റെ അടയാളാണ്. തന്നെ ചില കുട്ടികൾ കേടെന്ന് നമ്മൾ പറയും ബിസ്മി എല്ലിട്ടുണ്ടാവില്ല, അറിയും. ശരിയാ, ചിരിച്ചിട്ട് കാര്യമില്ല, ശരിയാ. ബറക്കത്ത് വേണോ, ബിസ്മി ഉണ്ടായിരിക്കണം. അതന്നെ മൂന്നാമത്തെ കാര്യം. അപ്പോൾ ഒന്നാമത്തെ കാര്യം അത് നല്ലോണം ഓർക്കണം. ഒന്നാമത്തെ കാര്യം വലത്തെ കയ്യിന് പ്രാധാന്യം നൽകുക.
രണ്ടാമത്തെ കാര്യം എല്ലാ വിഷയങ്ങളുടെ കൂടെയും ബിസ്മി ഉണ്ടായിരിക്കുക. മൂന്നാമത്തെ കാര്യം അൽഹംദുലില്ലാ എന്ന് ദായിമാക്കുക, ഹംദ് ദായിമാക്കുക. ഹംദ് ശുക്ർ എന്ന് പറയുന്നത് നിഅമത്തിനെ ഓർക്കുന്നവർക്കേ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ്. മൂന്നാമത്തെ കാര്യം ഹംദ് ദായിമാക്കുക, അൽഹംദുലില്ലാ എന്ന് ദായിമാക്കുക. ക്രെഡിറ്റ് അള്ളാഹുവിനാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരാൾ നമുക്ക് ഒരു 2000 റുപ്യ തന്നു, അപ്പം നമ്മൾ പറയുന്നത് അൽഹംദുലില്ലാ, പൈസ എന്നുവെച്ചാണെങ്കിലും ക്രെഡിറ്റ് അള്ളാഹ്ക്കാണ്. ഇത് നമ്മളിന്ന് വരണമെങ്കിൽ നിഅമത്തിനെ ഓർക്കണം എന്നാണ്. നിഅമത്തിനെ ഓർക്കുന്ന ആളിൽ നിന്നാണ് ഹംദും ശുക്റും വരുള്ളൂ. ഞാനിതെന്തുകൊണ്ട് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് നിഅമത്ത് ഓർമ്മ വരലില്ല, നമുക്ക് നിഖ്മത്താണ് ഓർമ്മ വരിക. നിഅമത്ത് അനുഗ്രഹം, നിഖ്മത്ത് പ്രയാസം. വണ്ടി തട്ടിയ സ്ഥലവും തീയതിയും ഒക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാവും, പക്ഷെ വണ്ടി വാങ്ങിയ ഡേറ്റ് ഓർമ്മ ഉണ്ടാവില്ല. വാപ്പ മരിച്ച ഡേറ്റ് നമുക്ക് ഓർമ്മ ഉണ്ടാവും, പക്ഷെ വാപ്പാൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഓർമ്മ ഉണ്ടാവില്ല. വാപ്പ മരിച്ചത് എന്താണെന്ന് ഇപ്പം ചോദിച്ചാൽ ഞങ്ങളെല്ലാവരും കാണാതാണ് പറഞ്ഞുതരും. അതേസമയത്ത് വാപ്പ ജനിച്ചത് എന്താണെന്ന് നമ്മളിതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ? എന്താ അപ്പോൾ അത് അന്വേഷിക്കണ്ടേ? വേണ്ട തന്നെയാണ്.